അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ജനക്ഷേമം പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ ജനക്ഷേമം എപ്പിസോഡിൽ നമ്മൾ വീട്ടിൽ വളർത്തുന്ന മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ടുള്ള വളരെ പഠനാർഹമായൊരു വിഷയത്തെക്കുറിച്ചായിരുന്നു സംസാരിച്ചിരുന്നത്. ആ വിഷയത്തിൽ മുബഷിർ സാർ നമുക്ക് ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകുകയുണ്ടായി. ഈ ഒരു എപ്പിസോഡിലും സാർ നമ്മുടെ കൂടെയുണ്ട്. ആദ്യമായി സാർ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ സാർ നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞത് വീട്ടിൽ വളർത്തേണ്ട രീതിയും അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. വളരെ ഉപകാരപ്രദമായൊരു എപ്പിസോഡ് കഴിഞ്ഞു. ഇനി കുറച്ചുകൂടി കൊമേഴ്ഷ്യൽ ടൈപ്പിൽ എങ്ങനെ ഒരു മത്സ്യ വിപണനത്തിന് എന്തൊക്കെ സാധ്യതകളുണ്ട് എന്നതിനെ സംബന്ധിച്ചുള്ള നടത്തമെന്ന് തോന്നുന്നു. അപ്പോൾ ആദ്യം കേരളത്തിൽ ശരിക്കും ഇങ്ങനെ ഒരു മത്സ്യകൃഷി എന്ന് പറഞ്ഞ ഇവിടുത്തെ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് ലാഭകരമാണോ അതോ വെറും ഒരു പൈസ പോകുന്ന പരിപാടിയാണോ? ഇത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യാണ്. ഇഷ്ടം പോലെ ആളുകളുടെ പൈസ കുറേ പോയിട്ടുണ്ട് ഇതിനായിട്ട്. മത്സ്യകൃഷിയിലേക്ക് കേരളത്തിൽ ഇറങ്ങിയ 90% ആൾക്കാരുടെ പൈസ പോയതാണ്. ഒന്നാമത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് ഈ കൊറോണ സമയത്തിന് ശേഷമാണ് ഇത് ഭയങ്കരമായിട്ട് സംഭവിച്ചത്. ഈ ഗവൺമെൻറ് കുറേ സഹായങ്ങൾ കൊടുക്കുന്നുണ്ട് മത്സ്യകൃഷിക്ക്. അപ്പോൾ ആളുകൾ ഈ സഹായം പ്രതീക്ഷിച്ചിട്ട് സഹായം കിട്ടും ചെയ്യും. ആ സമയത്ത് മീനിൻ്റെ വിലയും മീനിൻ്റെ ഔട്ട് സൈഡിൽ നിന്ന് ഫിഷ് വരുന്നില്ല. നമുക്കിപ്പോൾ കേരളത്തിലെ മെയിനായിട്ട് കടൽ മത്സ്യങ്ങളാണ് നമ്മളെ സംസ്കാരം. പുറത്തെ സ്റ്റേറ്റിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഫിഷ് ഇല്ല. നമ്മൾ കേരളത്തിൽ നിന്ന് കിട്ടുന്ന മെയിനായിട്ടുള്ള ഫിഷുകളൊക്കെ എക്സ്പോർട്ടായി പോകും, എക്സ്പോർട്ട് ചെയ്ത് പോവുകയാണ്. നമുക്ക് വേണ്ട ഫിഷുകൾ പുറത്ത് ആന്ധ്രയിൽ നിന്നും ബംഗാളിൽ നിന്നും ഗുജറാത്തിൽ നിന്നൊക്കെയാണ് വരുന്നത്, ബോംബെയിൽ നിന്നൊക്കെ. അപ്പോൾ ആ മീൻ വരാതെ ഭയങ്കര റേറ്റും വന്ന്. അപ്പോൾ ജനങ്ങൾ സ്വാഭാവികമായിട്ട് ഇത് ഭയങ്കര വിപണിയാണെന്ന് വിചാരിച്ച് ഗവൺമെൻറ് ആ സമയത്ത് സ്കീമും കൊടുത്ത് വീട്ടുകളിലൊക്കെ ആൾക്കാർ ഇങ്ങനെ കൂടിയിരിക്കുന്ന സമയത്ത് കൊറോണ സമയത്ത് എല്ലാവരും വീട്ടിലാണ്, എല്ലാവരും കുഴി കുത്തി മീൻ വളർത്തി. യൂട്യൂബിൽ വീഡിയോസ് ഇങ്ങനെ വരും. ഒരു സെൻറ്റ് സ്ഥലത്ത് നിന്നും 5 ലക്ഷം രൂപ ഉണ്ടാക്കാം. ഈ ആളുകൾ ഇത് കാണും, മീൻ വളർത്തും. 1000 മീൻ വളർത്തേണ്ട സ്ഥലത്തൊക്കെ സ്പേസിലൊക്കെ 10,000 മീനാണ് ആൾക്കാരിട്ടത്. എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസിലുണ്ടാണ് പറയുന്നത്. കാരണം ഞാൻ 2018 ഗൾഫിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന സമയത്ത് സീഡിൻ്റെ സെയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഒരു മെയിൻ ഒരു ഹാച്ചറി എന്നാണ്, ഹാച്ചറി എന്ന് അവരുടെ സീഡ് സപ്ലൈ അറിയും. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വൈകുന്നേരം വിമാനം വരും, ഞാൻ പോയിട്ട് എടുക്കും. രാവിലെ ആകുമ്പോഴത്തെ കണ്ണൂർ വരെ പോയിട്ട് ഡെലിവറി ചെയ്ത് പോരും. 1 ലക്ഷം കുഞ്ഞുങ്ങളൊക്കെ ഒരു ട്രിപ്പിലുണ്ട്. അപ്പോൾ ഭയങ്കര ജീവല സാധനങ്ങളല്ലേ, പെട്ടെന്ന് ട്രാൻസ്പോർട്ട് ചെയ്യണം. അപ്പം നമ്മളെന്ത് ചെയ്യും, വണ്ടിയിൽ കയറ്റും, കൊടുത്ത് ഹൈവേയിലാണ് കൊടുക്കുക. ആൾക്കാർ കളക്ട് ചെയ്യാൻ ഉണ്ടാവും. അപ്പോൾ എത്ര ഇടുന്നുണ്ട് ഒന്നും ചോദിക്കാൻ നമുക്ക് സമയം ഉണ്ടാവില്ല, പൈസ വാങ്ങുന്ന വരെ സമയം ഉണ്ടാവില്ല. കാരണം മീൻ രാവിലെ പിറ്റേന്ന് രാവിലെ 7-8 മണിയാകുമ്പോഴേക്ക് ഇത് ഡെലിവറി തീർത്തില്ലെങ്കിൽ മീനിൻ്റെ കവറിൽ ഓക്സിജൻ തീർന്ന് കുഞ്ഞുങ്ങൾ ചത്തുപോകും. അപ്പോൾ നമ്മൾ അങ്ങനെ കൊടുത്തു പോകും. ഗൂഗിൾ പേ ആക്കാൻ പറയും, ക്യാഷ് കൊടുത്തു പോകും. അപ്പം നമുക്ക് ചോദിക്കാൻ സമയമില്ല. നിങ്ങൾക്ക് സെറ്റപ്പ് ഉണ്ടാക്കിയണോ, കുഞ്ഞുങ്ങൾ വേണം, 1000 കുഞ്ഞുങ്ങളോ 10,000 കുഞ്ഞുങ്ങളോ, മിനിമം 1000 കൊടുക്കുക, 10,000 വേണം, കൊടുത്തു പോകും. ഒറ്റ ട്രിപ്പിൽ നമ്മുടെ അടുത്ത് തന്നെ 1 ലക്ഷത്തി 1.25 ലക്ഷം കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും നമ്മുടെ അടുത്ത്. രാവിലെ ആകുമ്പോഴത്തെ ഞങ്ങൾ 2 പേര് ഡെലിവറി കണ്ണൂർ വരെ എത്തിയിട്ട് കണ്ടടിക്കും. ആഴ്ച 2 പ്രാവശ്യം ഇങ്ങനെ ഓടും നമ്മൾ. അപ്പോൾ ആൾക്കാരൊക്കെ എന്താ വെച്ചാൽ ഒരു കുഴി ഉണ്ടാക്കിയിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിട്ട് ഇതൊന്നും വലുതാവില്ലല്ലോ. നമുക്കിപ്പോൾ ഈ റൂമിൽ ഒരു 100 സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് എത്ര ആൾക്കാർ ജീവിക്കാൻ പറ്റുക, എത്ര ആൾക്കാർ ഓക്സിജൻ ഉണ്ടാവുക, ആ ആളുകൾക്കല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഏറെ വരുമ്പോൾ അതിൻ്റെ പ്രയാസം ഉണ്ടാവും, എല്ലാം മൊത്തത്തിലുണ്ടാവുമല്ലോ. മീനിൻ്റെ അതിനുള്ള സൗകര്യം ഇല്ലെങ്കിൽ ആ സാധനം വലുതാവില്ല. ഇപ്പം ഒരു 1000 മീനിടുന്ന സ്ഥലത്ത് 10,000 മീനിട്ടാൽ സംഭവിക്കുന്ന കാര്യം എന്താ, 1000 മീനിട്ടാൽ നമുക്ക് 500 കിലോനാണ് ഹാർവെസ്റ്റ് ചെയ്യുന്നത്. 10,000 കിലോ ഇട്ടാൽ 500 പോലും കിട്ടൂല. 500 കിലോ പോലും. അപ്പോൾ ഒരു മീനിൻ്റെ സൈസ് എന്തായി. അപ്പോൾ 98% ആളുകളും ഫെയിലായിരുന്നു. പിന്നെ വീട്ടാവശ്യത്തിന് വളർത്തിയ കുറച്ച് ആളുകൾ അങ്ങനെ ഒക്കെ ഡെവലപ്പായിട്ട് വന്നെങ്കിൽ ആ സമയത്ത് ഈ കൃഷിയിലേക്ക് വന്നവർക്കൊക്കെ നഷ്ടമായിരുന്നു. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. കൊമേഴ്സ്യലായിട്ട് മത്സ്യകൃഷി ചെയ്യുകയാണെങ്കിൽ കേരളത്തിൽ നമ്മൾ അയൽ സംസ്ഥാനങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. കാരണം ആന്ധ്രയിലൊക്കെ ഓപ്പൺ വാട്ടർ ബോഡീസ് ഇഷ്ടംപോലെ, തമിഴ്നാട്ടിൽ ആന്ധ്രയിൽ പ്ലേസും ഉണ്ട്, ഇഷ്ടംപോലെ ലാൻഡാണ്, വെള്ളവും സൗകര്യവും അവർ എയ്ഡൊക്കെ കൊടുക്കുന്നുണ്ട്. ആ ആളുകളോട് നമ്മൾ കുറഞ്ഞ സ്ഥലത്തുള്ള കേരളക്കാർക്ക് ഹൈ ഡെൻസിറ്റി ഫാമിംഗ് മെത്തേഡിലൂടെ കൾച്ചർ ചെയ്തിട്ട് മത്സരിക്കാൻ കഴിയില്ല. നോർമലി തിലാപ്പിയ, വാള, കട്ട്ള, റോഹു, മൃഗാൽ ഇതൊന്നും വളർത്തി ഓരോട് കോമ്പീറ്റ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. ഇപ്പം എൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മളിപ്പോൾ എല്ലാം ചെയ്തു, എല്ലാ മെത്തേഡും ചെയ്തപ്പോൾ കേരളത്തിൽ നോർമലി ഇപ്പോൾ തിലാപ്പിയ വളർത്തിയാൽ വീട്ടിലേത് പക്കാ ലാഭമാണ്, ഒരു ഡൗട്ടും ഇല്ല. കൊമേഴ്സ്യലായി ചെയ്താൽ കോമ്പീറ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം നമുക്കൊരു മീൻ പ്രൊഡക്ഷൻ ആക്കി എടുക്കുമ്പോഴേക്ക് ഏറ്റവും ചുരുങ്ങിയ 150 റുപ്യ പെർ kg എക്സ്പെൻസ്, 100 റുപ്യൻ്റെ മേലെ എന്തായാലും ഒരു എക്സ്പെൻസ് വരും.
പക്ഷേ ആന്ധ്രയിൽ നിന്നും ഈ മീൻ കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെ വരുന്ന എത്ര റുപ്യ? 70 റുപ്യ, 80 റുപ്യക്ക് ഒരു കിലോക്ക് സാധനം എടുത്തു. അത് ശരി. പിന്നെ അങ്ങനെ പിന്നെ കൊമേഴ്സ്യലി കഴിയില്ല. അപ്പം അതിൽ കഴിയുന്ന മീനുകളുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഹൈ വാല്യൂ ഫിഷസ്, ഏത് മിനിമം 300 രൂപേൻ്റെ മേലെ വിറ്റാൽ കിട്ടുന്ന മീനുകൾ എത്ര ഹോൾസെയിൽ വരും. അതിലിപ്പം നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും. വരാൽ ഞാൻ ചെയ്യുന്നുണ്ട്, ഒരു 35,000 വയനാട് ചെയ്യുന്നുണ്ട്. ശരി. നമ്മൾ കൺസൾട്ടൻസിയിൽ കുറേ ഫാം ഓടുന്നുണ്ട്. നമ്മൾ കേരളത്തിൽ എവിടെ ഫിഷ് ആര് വളർത്തിയാലും നമ്മളവിടെ വന്ന് എടുക്കും. നമ്മളെ വണ്ടി അവിടെ വന്നിട്ട് എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, മിനിമം ഒരു 200 കിലോ എങ്കിലും വളർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളെ വണ്ടി അവിടെ വന്നിട്ട് കളക്ട് ചെയ്യും ഫിഷ്. സ്പോട്ടിൽ പേയ്മെൻറ്റും കൊടുക്കും. അത് വരാലും കരിമീനും വളർത്താൻ പറ്റും. സീബാസ് വളർത്താൻ പറ്റും. പിന്നെ ഇതൊക്കെ ഹൈ വാല്യൂ ഫിഷസാണ്. വരാലിന് നമുക്ക് സ്പോട്ടിൽ ഒരു 600 ഗ്രാം ക്രോസ് ചെയ്ത് വരാൽ 300 റുപ്യ നമ്മൾ റെഡി പേയ്മെൻറ്റ് കൊടുത്തിട്ട് വാങ്ങും ആൾക്കാർ ഫാമേഴ്സിൻ്റെ അടുത്ത് നിന്ന്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കരിമീൻ 450 റുപ്യ, കരിമീൻ നമ്മൾ വളർത്തിയാൽ 450 റുപ്യ സ്പോട്ടിലെടുക്കും. അതുപോലെ കാളാഞ്ചിക്കും 450 പ്ലസ് ആണ് റേറ്റ്. ഈ ഹൈ വാല്യൂ ഫിഷസിൽ നമുക്ക് കൊമേഴ്സ്യലി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ കുറേ കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് ഈ ഫിഷിൻ്റെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പോൾ കേരളത്തിൽ സംഭവിക്കുന്ന വേറെ വലിയൊരു അബദ്ധമാണ്. ഇപ്പം ആളുകൾ എന്ത്, ഇപ്പോൾ വരാൽ കൃഷിയിലേക്ക് എല്ലാവരും കേരളത്തിൽ വരുന്നുണ്ട്. അതിലും വില ഉണ്ടെങ്കിലും 80% ആളുകൾ നമ്മൾ ഫിഷ് എടുക്കാൻ പോകുന്നില്ലേ, അപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല. 70 to 80% ആളുകൾ ഫെയിലാണ് കേരളത്തിൽ. നേരെ മറിച്ച് കർണാടകയിൽ 70 to 80% ആളുകൾ സക്സസ് ആണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കേരളക്കാരെ ഒരു മൈൻഡ് സെറ്റാണിത്. ഇപ്പം വരാൽ കുഞ്ഞുങ്ങൾ വേണമെന്ന് പറയുമ്പം ഇതിൽ കുറേ ഘടകങ്ങളുണ്ട്. വളർത്തുമ്പോൾ നമ്മൾ കൊമേഴ്സ്യലായിട്ട് കുഞ്ഞുങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട്, തീറ്റ കൊടുക്കുന്നവർക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്, വെള്ളത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാം സയൻറ്റിഫിക്കലി പോയി കഴിഞ്ഞാൽ ഒരു ഡൗട്ടും ഇല്ല, ആദ്യത്തെ കൾച്ചറിൽ സക്സസ് ആണ്. ഇപ്പം ലാസ്റ്റ് വീക്കിൽ ഇപ്പം എൻ്റെ വീട് നിൽക്കുന്ന അരീക്കോട് നിന്ന് ഒരു 4 കിലോമീറ്റർ അപ്പുറത്തെ കീഴ്പറമ്പ് ആദ്യത്തെ കൾച്ചറാണ് പുള്ളി കറക്റ്റ് നമ്മൾ പറഞ്ഞ പോലെ ചെയ്തോളൂ. ആദ്യത്തെ കൾച്ചറിൽ തന്നെ മൂപ്പർക്ക് 7 മാസം കൊണ്ട് 1.5 സെൻറ്റ് സ്ഥലത്ത് നിന്ന് 1 ലക്ഷത്തിൻ്റെ മേലെ മൂപ്പർക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. കൃത്യമായി ഗൈഡൻസ് കിട്ടിയാൽ ഗൈഡൻസ് കറക്റ്റ് പ്രോപ്പർ വേയിൽ ചെയ്യണം. അതിലിപ്പം നമ്മൾ സാധാരണ നാട്ടിൽ മീൻ വളർത്തണ മാതിരി അല്ലെങ്കിൽ നമ്മളൊരു ധാരണ വെച്ചിട്ട് പോയാൽ ശരി. ഒരു എക്സാമ്പിൾ കൂടി പറയണം. ഇപ്പോൾ വരാൽ വളർത്താൻ ഉദ്ദേശിച്ച കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ മീൻ 1 കൊല്ലമായാലും 500 ഗ്രാം എത്തൂല. ഫിഷിൻ്റെ വില എന്ന് പറഞ്ഞാൽ 600 ഗ്രാം 650 ഗ്രാം പ്ലസ് ആണെങ്കിൽ ഫിഷിന് 300 റുപ്യ ഫാം ഗേറ്റ് പ്രൈസാണ്, മിനിമം പ്രൈസ് ആട്ടോ. 300-320 വരെയൊക്കെ കിട്ടും ഫാം ഗേറ്റ് പ്രൈസാണ്. നേരെ മറിച്ച് 350 to 650 ഇടയിലാണെങ്കിൽ ഈ പ്രൈസ് 220 വരും. ഓൾമോസ്റ്റ് 100 റുപ്യൻ്റെ അടുത്ത് പ്രൈസ് ഇടും. അതും കഴിഞ്ഞ് 350 താഴെയാണെങ്കിൽ 100 റുപ്യ 120 റുപ്യ കിട്ടുള്ളൂ ഫിഷിന്. അപ്പോൾ ഇത് 1 കിലോ തീറ്റൻ്റെ വില എന്ന് പറഞ്ഞാൽ 100 രൂപയാണ്. വരാൽ തിലാപ്പിക്ക് 50 രൂപ 40 രൂപ 50 രൂപ ഉള്ളതാണ്. പക്ഷേ വരാലിൻ്റെ 1 കിലോ തീറ്റയ്ക്ക് 100 രൂപ വിലയാണ്. 1 കിലോ മീൻ പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ നമുക്ക് 1.5 കിലോ തീറ്റ കൊടുക്കണം. 1.5 കിലോ തീറ്റ കൊടുക്കുമ്പോഴേ 1 കിലോ മീൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ 150 രൂപ നമുക്ക് തീറ്റൻ്റെ ചിലവ്. പിന്നെ നമുക്ക് ഒരു 180 റുപ്പീസ് ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് വരാൽ വളർത്താൻ ചിലവ് വരും 1 കിലോയ്ക്ക്. അത് വരാലിന് വേറെ അഡ്വാൻറ്റേജ്, എയറേഷൻ വേണ്ട, വെള്ളത്തിൽ ഫിൽട്രേഷൻ വേണ്ട, ഇങ്ങനെ ഒന്നും വേണ്ട. വെള്ളം വാട്ടർ എക്സ്ചേഞ്ച് ആണ്. വെള്ളം മാറ്റി കൊടുത്താൽ മതി, നമ്മൾ മാറ്റി കൊടുത്താൽ മതി. വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പെട്ടെന്ന് ചാവില്ല. അസുഖം വരാൻ ചാൻസ് കുറവാണ്. വന്നാൽ റെക്ടിഫൈ ചെയ്യാനും കഴിയും. അങ്ങനെ അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഇതിൽ അഡ്വാൻറ്റേജസ് കറക്റ്റായിട്ട് നമുക്ക് സൈസാക്കി എടുക്കാൻ പറ്റണം. വെള്ളം ഈ കുറഞ്ഞ സ്ഥലത്ത് പോലും ഈ 1.5 സെൻറ്റിൽ ഇയാൾ 2000 മീനിട്ട് 850 കിലോ മീൻ പിടിച്ചു പോകും. അയാൾ ഫസ്റ്റ് കൾച്ചർ അയാൾ 100% സക്സസ് ആണ്. നോർമലി ആദ്യത്തെ കൾച്ചറിലൊന്നും അധികം ആൾക്കാർ സക്സസ് ആവില്ല. ഇപ്പം അയാൾ അതേ സ്ഥാനത്ത് അയാൾ 1500 കുഞ്ഞുങ്ങളെ നല്ല കുഞ്ഞുങ്ങളെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഈ വെയിറ്റ് തന്നെ കിട്ടും അയാൾക്ക്. അയാൾ ചെയ്തത്, അയാൾക്ക് കൃഷിത്തോട്ടമുണ്ട് അപ്പുറത്ത്, തോട്ടത്തിലേക്ക് 1.5 വെള്ളം ഫുള്ള് തോട്ടത്തിലേക്ക് അടിക്കും, പുതിയ വെള്ളം കയറ്റും. ഇതിൽ വേറൊരു കാര്യമുണ്ട്. മീൻ കൃഷി ചെയ്യുന്ന തോട്ടങ്ങളിലുള്ള ആളുകൾക്ക് മീൻ കൃഷി ചെയ്താൽ 2 ബെനിഫിറ്റാണ്. കാരണം ഇപ്പം ലിവിങ് എക്സാമ്പിൾ ഇവിടെ അടുത്തുള്ള ഒരു പ്ലേസാണ് കാരിപ്പറമ്പ്. അവിടെ ഒരു അബ്ദുറഹ്മാൻ ഹാജി ഉണ്ട്. പുള്ളി മീൻ കൃഷി ചെയ്യുന്നുണ്ട്. മീൻ കൃഷി എന്തിനാണ് ചെയ്യുന്നത്? മീനല്ല മൂപ്പര് ചെയ്യുന്നത്, കൃഷി എങ്ങനെ വേണ്ടിയിട്ടാണ്. മൂപ്പര് പറഞ്ഞു 35%. മൂപ്പര് മലപ്പുറം ജില്ലയിലെ ബെസ്റ്റ് കർഷകനാണ് 2024. 35% തേങ്ങ കൂടുതൽ മൂപ്പർക്ക് മീൻ കൃഷി ഇല്ലെങ്കിൽ കുറഞ്ഞു പോകും. ഈ മീനിൻ്റെ വെള്ളം കറക്റ്റായിട്ട് തെങ്ങിന് ചെന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത്രയും തേങ്ങ കുറഞ്ഞ്
ഒരു ഇപ്പൊ തേങ്ങയുടെ കാര്യം പറയണ്ട. 6-7 വർഷമായിട്ട് മൂപ്പര് പ്രാക്ടീസ് ചെയ്യുന്ന ആ, ആളാണ്. ആ. അയാൾ 2024 മലപ്പുറം ജില്ലയിലെ ബെസ്റ്റ് കർഷകരുടെ കളക്ടർ ശരി. അവാർഡ് വാങ്ങിച്ച ആളാണ്. അപ്പം തോട്ടങ്ങൾ കൃഷിയുള്ള ആളുകൾക്ക് ഒരു ഈ നനക്കുന്ന വെള്ളം എപ്പോഴും നമ്മളെന്ത് ചെയ്യുക, ഒരു ടാങ്കും ഒരു അഡീഷണൽ ഇങ്കായിട്ട് തോട്ടത്തിൽ നല്ലൊരു പൊസിഷനിൽ ഒരു ടാങ്ക് സെറ്റ് ചെയ്താൽ അതിൽ നിന്നൊരു വരുമാനം കിട്ടും. പുതിയ വെള്ളം വരുന്നതനുസരിച്ച് മീൻ വളർച്ച കൂടും. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് വരാൽ. കരിമീനൊക്കെ ആകുമ്പോൾ ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് കറണ്ട് പോയാൽ അല്ലെങ്കിൽ പിന്നെ വെള്ളത്തിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഒക്കെ മോർട്ടാലിറ്റി വരും, ഓക്സിജൻ്റെ പ്രശ്നമൊക്കെ വരും. വരാലിനൊന്നും വേണ്ട, വെള്ളം പോവുക, പുതിയ വെള്ളം കയറ്റി കൊടുക്കുക. ഇതിപ്പോ നമ്മൾ വിപണിയെ കുറിച്ച് ഞാൻ പറഞ്ഞു, വിപണിയിൽ സാധ്യത വരാലിന് എങ്ങനെയാണ്? വരാൽ അതാ പറഞ്ഞത്, വരാലിന് കേരളം, കർണാടക, ആന്ധ്രാപ്രദേശ്, ഈ 3, പിന്നെ ഒഡീഷ, ഈ 4 സ്റ്റേറ്റുകൾ ഒഴിച്ച് ബാക്കി എല്ലാ സ്റ്റേറ്റും ഡിമാൻഡിങ് സ്റ്റേറ്റാണ്. എക്സസ് പ്രൊഡക്ഷൻ ഈ 4 സ്റ്റേറ്റിലുള്ളൂ. ഞാൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചാബ് വരെ ട്രാവൽ ചെയ്ത ആളാണ് മാർക്കറ്റ് മേടിക്കാൻ. ഓരോ മാർക്കറ്റും കയറി ഇറങ്ങിയ ആളാണ്. നമുക്കിപ്പം നമുക്ക് 3 വണ്ടി ഓടിക്കൊണ്ടിരുന്നത് വരാൽ കളക്ഷന് മാത്രമായിട്ട് ഓടുന്നത്. ഇപ്പം നമ്മൾ കേരളത്തിൽ നിന്ന് മീൻ കിട്ടുന്നില്ല, നമ്മളിപ്പോൾ കർണാടകയിൽ നിന്നാണ് കളക്ട് ചെയ്യുന്നത്. നമുക്ക് മീൻ ബാംഗ്ലൂർ എത്തും, തമിഴ്നാട് ചെന്നൈ എത്തുമ്പോഴേക്കും മധുര എത്തുമ്പോഴേക്കും നമ്മളെ മീൻ തീർന്നു പോകും. അവിടെ നിന്നാണ് മീൻ പോകാൻ മീനില്ല, സാധനം കിട്ടാനില്ല. ഉണ്ടെങ്കിൽ പഞ്ചാബിലൊക്കെ പോയ ബെസ്റ്റ് പ്രൈസ് ഉണ്ട്, മുകളിലേക്ക് പോകുന്നതനുസരിച്ച് ബെസ്റ്റ് പ്രൈസ് ഉണ്ട്. അപ്പം അറിഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ലാഭമുള്ള ഏറ്റവും ബെസ്റ്റ് പരിപാടി. ഇപ്പം പെട്ടെന്നാണ് തുടങ്ങിയത്, ഇതിനെക്കുറിച്ച് ശരിക്കും പഠിക്കണം, ഫാമുകൾ വിസിറ്റ് ചെയ്യണം, പഠിക്കണം. അതിൻ്റെ എങ്ങനെയാണ് മെയിനായിട്ട് 1000 മീൻ വളർത്തുമ്പോൾ ഈ ഒരു നോളജെങ്കിലും മൈൻഡിൽ കയറ്റണം. 1000 കിലോ മീൻ പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ 1.5 ലക്ഷം റുപ്യേൻ്റെ തീറ്റ നമ്മൾ കൊടുക്കണം എന്നുള്ളൊരു 1.5 ലക്ഷം ഉറുപ്പ്യൻ്റെ തീറ്റ നമ്മൾ മീനിന് കൊടുക്കണം, ഏറ്റവും ചുരുങ്ങിയത്. അപ്പോൾ ആളുകൾ അവിടെ ആദ്യം ഫെയിൽ ചെയ്യുക, ഈ ആളുകൾ എന്ത് പൈസ ഉണ്ടാവില്ല. 50,000 റുപ്യ കയ്യിലുള്ള ആൾ 1000 വരാലിനെ കൊണ്ടുപോയിടും. അയാൾക്ക് തീറ്റ കൊടുക്കണം, പൈസ ഇങ്ങനെ പോകും, പോക്കറ്റിൽ നിന്ന് പോകുന്നതാണ്. അപ്പോൾ അയാൾ വരാലിൻ്റെ തീറ്റ, ഹൈ പ്രോട്ടീൻ തീറ്റ നിർത്തിയിട്ട് തിലാപ്പിൻ്റെ തീറ്റ കൊടുക്കൽ തുടങ്ങും. തിലാപ്പിൻ്റെ തീറ്റ കൊടുത്താൽ വരാൽ വലുതാവും എന്നല്ലാതെ വെയിറ്റ് വെക്കില്ല, വില കിട്ടില്ല, നഷ്ടമായി. സ്വാഭാവികം ഒരു 100 റുപ്യക്ക് മുമ്പേ വരാൽ വെക്കേണ്ടി വരും. 150 റുപ്യ കിലോക്ക് തീറ്റ കൊടുത്ത് നഷ്ടമായില്ലേ, ഹ്യൂജ് ലോസാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ കേരളത്തിൽ പിന്നെ മത്സ്യകൃഷി ചെയ്യാൻ പറ്റുന്ന ഇതിൻ്റെ ഒരു മെത്തേഡ്, രീതി എങ്ങനെയാണ്? കേരളത്തിൻ്റെ കാലാവസ്ഥയും കേരളത്തിൻ്റെ രീതി അനുസരിച്ച് കേരളം ഒരു നമ്മളെ ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഹൈ റേഞ്ചും ലോ റേഞ്ചും ഒക്കെ പാടെ കൂടിയിട്ട് അങ്ങനെ ഒരു പ്രത്യേക ടെറൈൻസും ഒക്കെ പാടെ കൂടിയിട്ടുള്ള സ്റ്റേറ്റ് ആണല്ലോ. നമുക്ക് മഴയുണ്ട് ഇഷ്ടം പോലെ, പക്ഷെ നമുക്ക് വെള്ളം സ്റ്റോർ ചെയ്യാൻ വലിയ കുളങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഉണ്ടാക്കിയാൽ അവിടെ താഴെ പ്രശ്നമാണ്, ഉരുൾപൊട്ടലിൻ്റെ പ്രശ്നങ്ങൾ വേറെ വലിയ. ആന്ധ്രയിലും തമിഴ്നാട്ടിലെ പോലെ വലിയ പോണ്ടുകളും നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റില്ല കേരളത്തിൻ്റെ ക്ലൈമറ്റിനനുസരിച്ച്. കേരളത്തിൽ ചാൻസുകൾ വേറെ ചെയ്യാൻ പറ്റുന്ന മെത്തേഡുകൾ കുറേ ഉണ്ട്. ഇപ്പം വരാലിൻ്റെ കേസ് നമ്മൾ മാറ്റി വെക്കാം, വരാലിന് ഓപ്പൺ ബോഡീസാണ്. പിന്നെ നമ്മൾ കരിമീൻ, കാളാഞ്ചി പോലത്തെ മീനുകളൊക്കെ ചെയ്യാൻ നമുക്കിപ്പം വെള്ളക്കെട്ടുകളുണ്ട്. ഇപ്പോൾ കായൽ പ്രദേശങ്ങളിൽ നിന്ന് പുഴയുണ്ട്, പുഴയിലൊക്കെ കൂട് മത്സ്യകൃഷിയാണ് വരും. കൂട് മത്സ്യകൃഷി നമ്മൾ ഈ ഒഴുകുന്ന വാട്ടർ ബോഡിയിൽ നമ്മൾ കൂടുകൾ ഉണ്ടാക്കുകയാണ്. അതിപ്പോൾ ഇപ്പം സ്വിഫ്റ്റ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി, CMFRI സെൻട്രൽ മറൈൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അവർക്ക് ഡെവലപ്പ് ചെയ്ത കേജ് സിസ്റ്റം ഉണ്ട്. ഈ കൂടുകളിൽ നമ്മൾ എന്ത് ചെയ്യും, മീനിൻ്റെ കുഞ്ഞുങ്ങൾ നമ്മൾ ഒഴുകുന്ന പുഴയിൽ കൊണ്ടിടും. കൂട് സെറ്റ് ചെയ്തിട്ട് കൂടുതൽ നമ്മൾ കുഞ്ഞുങ്ങൾ കൊണ്ടുപോയിട്ടിട്ട് തീറ്റ കൊടുക്കുകയാണ്. അപ്പോൾ കുറേ അഡ്വാൻറ്റേജ് ഉണ്ട്. അങ്ങനത്തെ ഫെസിലിറ്റിയിലൊക്കെ കുറേ തീറ്റ ഇവയ്ക്ക് അതിൽ വരുന്ന ചെറു മത്സ്യങ്ങൾ, പ്ലവകങ്ങൾ, ഇതൊക്കെ ആയിട്ട് കുറേ തീറ്റ അത് കുറേ. വെള്ളത്തിൻ്റെ പ്രോബ്ലം ഉണ്ടാവില്ല, പുതിയതാണെങ്കിൽ വെള്ളത്തിൻ്റെ പ്രശ്നമില്ല. നമുക്ക് ഫ്ലഡ് വരുന്ന പോലെ ഭയങ്കരമായിട്ട് ചാലിയാറ് പോലെ കുതിച്ചു വരുന്ന വെള്ളം വരുന്ന സ്ഥലത്തൊക്കെ അതിൻ്റെതായ പ്രയാസങ്ങളുണ്ട്. പക്ഷേ അങ്ങനത്തെ അല്ലാത്ത കുറേ സ്ഥലങ്ങളുണ്ട്. ഈ പ്രശ്നം കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ ഇപ്പം ഡാമുകൾ ഭയങ്കര ഓപ്ഷനാണ്. ഇപ്പം ബാണാസുര സാഗർ ഡാമിൽ, വയനാട് ഡാമിലുണ്ട്. അവിടെയൊക്കെ കൂട് സെറ്റ് ചെയ്തിട്ട് ഗവൺമെൻറ്റിനെ സെറ്റ് ചെയ്ത് ആദിവാസികൾക്ക് കൊടുത്തൊക്കെ അതൊക്കെ ഭയങ്കരമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഡാമിൻ്റെ റിസർവോയേഴ്സിലൊക്കെ എന്ന് പറഞ്ഞാൽ കേജ് സെറ്റിങ്സ് പറഞ്ഞാൽ ഭയങ്കര ഓപ്ഷനാണ്. അതിൽ മീനുകൾ വളർത്തുകയാണെങ്കിൽ നമുക്ക് നല്ല സൗകര്യമാണ്, വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, തീറ്റ കൊടുത്താൽ മതി. അതുപോലെ അതൊരു മെത്തേഡാണ്. പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ അക്വാപോണിക് സിസ്റ്റത്തിലൂടെ വളർത്താം. അത് ഫിഷിന് നമ്മൾ മാർക്കറ്റ് ഉറപ്പുവരും. തിലാപ്പിയ വളർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ 80 റുപ്യക്ക് തിലാപ്പിയ വരുമ്പോൾ 350 റുപ്യക്ക് നമ്മൾ തിലാപ്പിയ വിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മളതായിട്ടുള്ള മാർക്കറ്റ് കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കിയെടുക്കണം. നോർമൽ ഒരാളെ സംബന്ധിച്ച് അവർക്ക് ആന്ധ്രയിൽ നിന്ന് വരുന്ന തിലാപ്പിയും കേരളത്തിലെ തിലാപ്പിയും സെയിമാണ്. പക്ഷേ ഇത് കഴിച്ച ഒരാൾ അങ്ങനെയല്ല, സ്വന്തം മാർക്കറ്റ് വാല്യൂ എന്താണെന്നുള്ള അറിയണം. മാർക്കറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തിലാപ്പിയ നമുക്ക് അക്വാപോണിക് സിസ്റ്റത്തിലൂടെ തിലാപ്പിയ അതിൻ്റെ ഒപ്പം ലീഫി വെജിറ്റബിൾസും കിട്ടാൻ നല്ലൊരു മെത്തേഡാണ്. പിന്നെ റാസ് സിസ്റ്റം ഉണ്ട്, റീസർക്കുലേറ്ററി
അക്വാകൾച്ചർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടൊരു സിസ്റ്റം ഉണ്ട്. അതിൽ പച്ചക്കറി ഉണ്ടാവില്ല എന്നുള്ളൂ, നമ്മൾ ആർട്ടിഫിഷ്യലി ഫിൽറ്ററൊക്കെ വെച്ചിട്ട് വെള്ളം ഫിൽറ്റർ ചെയ്തുകൊണ്ടിരിക്കും വേസ്റ്റ്. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് ഉണ്ട്. പിന്നെ ബയോഫ്ലോക്ക് സിസ്റ്റം ഉണ്ട്. ബയോഫ്ലോക്ക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്ടീരിയാസിനെ ക്രിയേറ്റ് ചെയ്തിട്ട് ചെറിയ വെള്ളത്തിൽ അതും ഫുൾ ടൈം എയറേഷൻ, ഹൈ ഡെൻസിറ്റി സിസ്റ്റം അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് മെത്തേഡുകൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ സിമ്പിളായിട്ടുള്ള നമ്മൾ പരീക്ഷിച്ച് വിജയിച്ച മെത്തേഡുകൾ ചെയ്യാം. ഇപ്പോൾ കേരളത്തിൽ കൂടുതലും ഈ ഉപ്പ് കലർന്ന വെള്ളമുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു മത്സ്യകൃഷിയുടെ ഒരു സാധ്യത എങ്ങനെയാണ്? ഈ മത്സ്യങ്ങളിലേ എന്ത് പറഞ്ഞാലും കടലിൻ്റെ ഒരു ഉപ്പ് വെള്ളം അതിൽ കലരുമ്പം മെയിൻ ടേസ്റ്റ് കൂടുന്നുണ്ട്. അതിപ്പം നമ്മളിപ്പം കരിമീനായാലും തിലാപ്പിയ, കാളാഞ്ചി, ചെമ്പല്ലി ഇതുപോലത്തെ ഹൈ വാല്യൂ ഫിഷസും തന്നെ കുറച്ച് കായലിലും ഉപ്പിലും രണ്ടിലും വളരുന്ന ടൈപ്പ് മീനുകളാണിത്. അതിന് ടേസ്റ്റ് കൂടുതൽ, വിലയും കൂടുതലാണ് ഉണ്ട്. അപ്പം ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ഉപ്പ് കയറുന്ന വെള്ളങ്ങൾ അധികം ഈ കായൽ പ്രദേശങ്ങളും അങ്ങനത്തെ സ്ഥലങ്ങളായിരിക്കും. അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഈ കേജ് ഫാമിങ് നല്ലൊരു മെത്തേഡാണ്. അതിൽ സീബാസൊക്കെ കൾച്ചർ ചെയ്യുക എന്ന് പറഞ്ഞാൽ സൂപ്പറാന്ന് പറഞ്ഞാൽ നല്ലൊരു സൗകര്യം, നല്ല സിസ്റ്റമാറ്റിക് ചെയ്താൽ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ കുറച്ചുകൂടി കടലോര പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ അതെ, ഈ ബാക്ക് വാട്ടേഴ്സൊക്കെ നൈസ് ചെയ്തിട്ടാണെങ്കിൽ നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റും. കരിമീൻ ഭയങ്കര ഉപ്പ് കൂടിയ കരിമീനാണ് ടേസ്റ്റ് കൂടുതൽ. അത് നമുക്ക് കടൽ മീനിൻ്റെ ടേസ്റ്റ് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് നല്ല കടൽ മീൻ കിട്ടാത്തൊരു പ്രശ്നമാണ്. പക്ഷെ അതേ കോമ്പറ്റീവിൻ്റെ ടേസ്റ്റ് തന്നെയാണ് ഈ ഉപ്പ് കരിമീനായാലും തിലാപ്പിയൊക്കെ കുറഞ്ഞ ഉപ്പുണ്ടെങ്കിൽ ടേസ്റ്റ് കൂടുതലാണ്. കാളാഞ്ചി രണ്ടിലും ശുദ്ധജലത്തിലും ഉപ്പുവെള്ളത്തിലും ഒരേമാതിരി ജീവിക്കണം. അതും അതിൽ നന്നായിട്ട് വളർത്താൻ പറ്റും. വളർച്ച കൂടുതലുമാണ് കേട്ടോ. കാളാഞ്ചിക്ക് ഉപ്പ് കലർന്ന വെള്ളത്തിൽ ഫ്രഷ് വാട്ടറിനൊക്കെയാണ് കുറച്ച് വളർച്ച കൂടുതലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഗവൺമെൻറ് തലത്തിലുള്ള ചില സപ്പോർട്ടുകളുടെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ശരിക്കും എന്താണ് ഗവൺമെൻറ് ഇതിൽ എന്തൊക്കെ സബ്സിഡികളോ ബാക്കി സഹായങ്ങളോ ഏതൊക്കെ അർത്ഥത്തിൽ നൽകുന്നുണ്ട്? ഈ സബ്സിഡിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ നമ്മളെ കേരളത്തിൽ ഫിഷ് ഫാമിംഗ് മേഖലയിൽ വേറെ വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആളുകൾ സബ്സിഡി ഫോക്കസ് ചെയ്യുക എന്നുള്ളതൊരു പ്രശ്നമാണ്. അതിനും വേണ്ടിയിട്ട് കൾച്ചർ ചെയ്യുന്ന ആളുകളുണ്ട്. അത് നമ്മൾ സബ്സിഡി കണ്ടിട്ടൊന്നും ചെയ്യരുത്. നമ്മൾ ചെയ്യുമ്പം നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിൽ അന്വേഷിച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ അവർ പറയും ഓക്കെ ഈ ഒരു സിസ്റ്റത്തിൽ ചെയ്താൽ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മത്സ്യകൃഷി ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ബയോഫ്ലോക്ക് സിസ്റ്റത്തിൽ 40% സബ്സിഡി ഉണ്ട്. നമുക്ക് 1 ലക്ഷം റുപ്യ ചിലവാ 10 ലക്ഷം റുപ്യ ചിലവാക്കിയാൽ 4 ലക്ഷം റുപ്യ സബ്സിഡി തരുന്നുണ്ട്. അത് സ്ത്രീകൾക്കാണെങ്കിൽ 60 വരെ കിട്ടുന്നുണ്ട്. SC/STക്കൊക്കെ 60% വരെ. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉണ്ടോ? അത് കേന്ദ്രവും സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഷെയർ ചെയ്ത് ചെയ്യുന്നതാണ്. രണ്ടു കൂട്ടരും കൂടി ഷെയർ ചെയ്ത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പാർട്ട് ഉണ്ടാവും, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പാർട്ടും ഉണ്ടാവും. അതിപ്പോൾ എല്ലാ അക്വാപോണിക്സ് സിസ്റ്റത്തിനുണ്ട്, കൂട് കൃഷിക്കുണ്ട്, ഒരുവിധം കൾച്ചറിനൊക്കെ ഉണ്ട്. ഇൻഷുറൻസ് കാര്യങ്ങൾ അത് ഇപ്പം ഇൻഷുറൻസ് സംവിധാനം നിലവിൽ വന്നിട്ടുണ്ട്. ഈ വരാൽ കൃഷിയൊക്കെ ലാർജ് സ്കെയിലിൽ ചെയ്യുമ്പം ഇൻഷുറൻസ് ഒരു മുഖ്യ ഘടകമാണ്. കാരണം എന്തെങ്കിലും പ്രത്യേകിച്ചും കേരളത്തിലൊരു കാലാവസ്ഥയ്ക്കായിട്ട് ഒരു നാച്ചുറൽ കലാമിറ്റി പോയിട്ട് അടിച്ചു പോവുകയാണെങ്കിൽ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 1000 kg പോവാന്ന് പറഞ്ഞാൽ 3 ലക്ഷം റുപ്യേൻ്റെ സാധനമാണ് അടിച്ചു പോകുന്നത്. അത് താങ്ങാൻ പറ്റില്ലല്ലോ ഒരിക്കലും. അപ്പോൾ ഇൻഷുറൻസ് സ്കീമുകൾ നിലവിൽ വന്നിട്ടുണ്ട്. ഇതുവരെ ഇല്ലായിരുന്നു. ഇപ്പോൾ റീസെൻ്റ്ലിയാണ് ഇൻഷുറൻസ് സ്കീമുകൾ അക്വാകൾച്ചറിൽ ഇൻട്രൊഡ്യൂസ് ആപ്ലിക്കബിൾ ആയിട്ടുണ്ട്. അതേപോലെ പിന്നെ ഇതിൽ ശരിക്കും ചില പ്രതിസന്ധികൾ എന്താണ്? നമ്മളിങ്ങനെ ഒരു രംഗത്തേക്ക് വരുമ്പോൾ ചലഞ്ചസ് എന്തൊക്കെയായിരിക്കും എന്നുള്ളത്? ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് സ്പീഷീസ് ഏത് ഫിഷാണ് ചെയ്യുന്നത് വെച്ചാൽ അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിക്കണം. ഇപ്പം നമ്മൾ ഇപ്പോൾ കൊമേഴ്സ്യൽ ചെയ്യുമ്പോൾ നമ്മൾ ഒന്നുകിൽ ഫോക്കസ് ചെയ്യുന്നത് വരാലായിരിക്കും. വരാലാവുമ്പം വരാലിൻ്റെ അതിന് വെള്ള സൗകര്യമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. വെള്ളം എപ്പോഴും കയറ്റി ഇറക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഘടകം. ആ സൗകര്യം വേണം. വേനൽക്കാലം ആകുമ്പോഴേക്കും വെള്ളം പറ്റുകയാണെങ്കിൽ പിന്നെ ലാസ്റ്റ് ടൈമിലൊക്കെ വെള്ളം മാറ്റിയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നം വരും. വെള്ളമൊക്കെ മാറാതെ നിന്നുണ്ടെങ്കിൽ മീനിന് അസുഖം വരും. അസുഖം വന്നിട്ടുണ്ടെങ്കിൽ വലിയ മീനിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു എബവ് 500 ഗ്രാമൊക്കെ വരുമ്പം ഈ അസുഖം പിടിച്ചെടുത്താൻ ബുദ്ധിമുട്ടാവും നമുക്ക്. കാരണം അത്രയും വലിയ ബോഡിയാകുമ്പോൾ എല്ലാത്തിനും മെഡിസിൻ എത്തിക്കുക എന്ന് പറഞ്ഞതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എത്തിക്കാൻ സാധിക്കും, പക്ഷെ നമുക്ക് ഭയങ്കര പൈസയും പോകും, നല്ല ഇതും കാശും ചിലവാകും. അപ്പം ഈ വെള്ള സൗകര്യം ഉറപ്പുവരുത്തുക. അതേമാതിരി കൂട് കൃഷിയാണ് ചെയ്യുന്നത് വെച്ചെങ്കിൽ ഫ്ലഡ് വരാത്ത സമയങ്ങളും സാഹചര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക. പിന്നെ അസുഖങ്ങൾ വരാൻ ചാൻസിൽ ഈ പുതുമഴ വരുന്ന സമയത്തൊക്കെ നമ്മൾ അതിൻ്റെ പ്രിക്കോഷൻസ് എടുക്കുക.
വെള്ളം അമോണിയ വെള്ളത്തിലില്ല എന്നുള്ളതൊക്കെ നമ്മൾ ഉറപ്പ് വരുത്തുക. നമ്മൾ വെള്ളത്തിൽ വേസ്റ്റ് അടിഞ്ഞിട്ട് അമോണിയ ഫോം ചെയ്യുന്നില്ല എന്നുള്ളതൊക്കെ. അമോണിയ വലിയൊരു ഘടകമാണ്. അമോണിയ വന്നു കഴിഞ്ഞാൽ വേസ്റ്റിൽ കിടന്ന മീൻ കിടന്നു കഴിഞ്ഞാൽ അമോണിയ റൈസ് ആയാൽ മീൻ ചത്തുപോകും, കണ്ണ് തള്ളിയിട്ട് വന്നിട്ടൊക്കെ. അതൊരു വലിയ ഘടകമാണ്. അല്ല, ഇപ്പോൾ പ്രഥമ ഒരു പിന്നെ സംരംഭം എന്നുള്ള കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ ഗൈഡൻസ് നേരത്തെ നമ്മൾ പറഞ്ഞു. ഇത് ഗവൺമെൻറ് തലത്തിൽ ഈ വിഷയത്തിൽ നല്ല പിന്നെ സഹായങ്ങൾ ഈ നിലക്കുള്ള ഗൈഡൻസോ കാര്യങ്ങളോ കൊടുക്കുന്നുണ്ടോ? ഗവൺമെൻറ്റിൻ്റെ ടെക്നിക്കൽ അഡ്വൈസുകളൊക്കെ എടുക്കാമെന്നല്ലോ, പക്ഷേ ഇത് പ്രാക്ടിക്കലി നമ്മൾ ചെയ്ത ആളുകൾ എടുക്കുക അതാണ് ഏറ്റവും നല്ലത്. കാരണം ഗവൺമെൻറ് ലെവലിലൊക്കെ പഠിച്ച ആളുകളായിരിക്കും ഇതിൻ്റെ തിയറി പാർട്ടൊക്കെ തിയറിയിലൂടെ പക്ഷേ അത് പ്രാക്ടിക്കൽ സൈഡിലേക്ക് വരുമ്പോൾ അതിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ എന്നാലും ഡിപ്പാർട്ട്മെൻറ്റിൽ നല്ല ഈ പ്രാക്ടിക്കലായിട്ട് 2 ക്ലബ് ചെയ്ത് പോകുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. അവരുടെ അടുത്താണെങ്കിൽ നമുക്ക് സപ്പോർട്ട് എടുക്കാം. ഈ പ്രത്യേകിച്ചും ചെമ്മീൻ പോലത്തെ കൃഷി ചെയ്യുമ്പോൾ ഹൈ സെൻസിറ്റീവാണ്. അപ്പം നമ്മൾ കൾച്ചർ ചെയ്ത് സക്സസ് ആയ ആൾക്കാരുടെ അടുത്ത് നിന്ന് ഇനിയിപ്പോൾ അത് എങ്ങനെയായാലും ക്യാഷ് കൊടുത്തിട്ടായാലും വേണ്ടിയില്ല, എങ്ങനെയായാലും അവർക്ക് സപ്പോർട്ടും കൺസൾട്ടൻസിയും അതിന് നമ്മൾ മടിക്കേണ്ടിയില്ല, അത് വാങ്ങണം. അല്ലെങ്കിൽ നമുക്ക് ഈ കൾച്ചർ നഷ്ടമാകുമ്പോൾ അതിലും വലിയ ലോസാണ് നമുക്ക് വരുന്നത്. അപ്പം ഇതുപോലെയുള്ള സക്സസ്ഫുൾ ഫാമേഴ്സിനെയും പഠിക്കണം, നമ്മൾ ഫെയിലായ ഫാമേഴ്സിനെയും പഠിക്കണം. ഒരേ മാതിരിക്ക് പഠിക്കണം. ഞാൻ പറയൽ 2 ഫെയിലായ ആൾക്കാരെ പഠിക്കുമ്പോഴേ ഒരു സക്സസ് ആയുള്ള പഠിച്ചാൽ മതി. അതെ പരാജയതരെ എന്തുകൊണ്ട് അവർ പരാജയപ്പെട്ടു, അവരുടെ അടുത്ത് നിന്ന് കുറേ പഠിക്കാണ്ടാവും. അതെ സക്സസ് ആയവർക്ക് ഓക്കെ അത് പഠിക്കാം. സക്സസ് ആയവർ ചിലപ്പോൾ ബൈ ചാൻസ് അവർ പോയ വേ കറക്റ്റ് ആയിരിക്കും. പക്ഷെ അവർക്ക് പരാജയം എന്താണെന്ന് അറിയുന്നുണ്ടാവില്ല. പരാജയപ്പെട്ടടുത്ത് നമ്മൾ കൂടുതൽ പഠിക്കുക. അവരെന്തുകൊണ്ട് പരാജയം, എന്തൊക്കെയായിരുന്നു നഷ്ടം, നിങ്ങളുടെ പ്രതിസന്ധികൾ എന്തായിരുന്നു. ഇപ്പം നാച്ചുറൽ കലാമിറ്റി വലിയൊരു വിഷയമാണ് കേരളത്തിൽ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പോകണം. ഇപ്പോൾ കഴിഞ്ഞ വലിയ വെള്ളപ്പൊക്കം വന്നപ്പോൾ ഒരു ഇതെല്ലായിടത്തും പോയ സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പം നമ്മൾക്ക് വരാൽ കൃഷിക്ക് നമ്മളിപ്പോഴും നല്ല സ്ഥലം നമ്മൾ പോണ്ടുകൾ തിരഞ്ഞു നടക്കും നമ്മൾ. അപ്പം നമ്മൾ നോക്കുന്നുണ്ട് 2019 18 വെള്ളം ഇതിൽ പോയപ്പോൾ ഈ ഏരിയയിൽ വല്ല പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നമ്മൾ നോക്കിയിട്ട് ഇത് ഇപ്പം വീടെടുക്കുമ്പോൾ അങ്ങനെയുള്ള കുറേ ആൾക്കാർ നോക്കുന്നത് ഈ വെള്ളം വരുമോ. പിന്നെ ഇതിൽ പുതിയ ടെക്നോളജി വളർന്നു വരുന്നുണ്ടല്ലോ. അപ്പോൾ സാങ്കേതികമായിട്ടുള്ള സഹായങ്ങൾ അല്ലെങ്കിൽ ഈ പിന്നെ ടെക്നോളജിയുമായി ബന്ധപ്പെടുത്തിയിട്ട് എന്തെങ്കിലും പുതിയ സംവിധാനങ്ങൾ എന്തെങ്കിലും ഈ രംഗത്തുണ്ടോ? കൾച്ചർ മെത്തേഡിൽ ഇതൊക്കെ തന്നെയാണ്. ഈ അക്വാപോണിക്സ്, ഹൈഡ്രോപോണിക്സ്, ബയോഫ്ലോക്ക്, ഇതൊക്കെയാണ് അഡ്വാൻസ്ഡ് കൾട്ടിവേഷൻ മെത്തേഡ്. ഇതിപ്പം അക്വാപോണിക്സ്, ബയോഫ്ലോക്ക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും ഫോറിൻ ടെക്നോളജീസാണ്. ബയോഫ്ലോക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇസ്രായേലാണ്. ശരി. അക്വാപോണിക്സ് എനിക്ക് തോന്നുന്നത് സ്റ്റാർട്ട് ചെയ്ത് ജപ്പാനാണ് തോന്നുന്നത്. ഇത് അതൊക്കെയാണ് ഇതിലെ. പിന്നെ റീസർക്കുലേറ്റഡ് അക്വാകൾച്ചർ, ഇതാണ് ഇതിൽ എപ്പോഴും ഇന്നോവേഷൻസും എപ്പോഴും ടെക്നിക്കലി നമ്മളിങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഈ റാസ് സിസ്റ്റമാണ്. ഈ റാസ് സിസ്റ്റത്തിലാണ് ഇപ്പോൾ സൗദി അറേബ്യയിൽ നിയോം സിറ്റി ഉണ്ട്. നിയോമിൽ നമ്മളെ സാൽമൺ എവിടെ ഉണ്ടാകുന്നത്? സാൽമൺ തണുപ്പില്ല സ്ഥലത്ത് ഉണ്ടാകുന്ന സാധനമാണ്. സാൽമൺ ഹൈ വാല്യൂ ഫിഷിൻ്റെ കൂട്ടത്തിൽ കിങ് ആണ് സാൽമൺ, എല്ലാ ഫിഷിൻ്റെയും എല്ലാ കാറ്റഗറിയിലും. ആ ഫിഷ് സൗദി അറേബ്യയിലെ നിയോമിൽ അവർ കൾച്ചർ ചെയ്യുന്നുണ്ട്. അവർ ടീമിനെ പുറത്തുനിന്ന് ഫുള്ള് ചില്ലറ AC പോലെ സെറ്റ് ചെയ്യാണ് വളർത്താനും വേണ്ടി. അങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇപ്പം പ്രൊജക്റ്റ് പ്ലാൻ ചെയ്ത് ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇപ്പം ഇന്ത്യയിൽ എനിക്ക് ട്രൗട്ട് ഉണ്ട്. ട്രൗട്ട് എന്ന് പറഞ്ഞാൽ ഹിമാലയത്തിലൊക്കെ ഉണ്ടാകുന്ന ഒരു ഫിഷാണ്. ഇപ്പം നമ്മൾ ഊട്ടിയിൽ അവലാഞ്ചിയിൽ കിട്ടും. ഈ ഫിഷ് എന്ന് പറഞ്ഞിട്ട് ഊട്ടിയിലുള്ള പ്രൊഡക്ഷനൊക്കെ പൊളിറ്റീഷ്യനും സിനിമ സ്റ്റാർസിനും പോകാനുള്ള ക്വാണ്ടിറ്റി തന്നെ ഉണ്ടാവില്ല, നേരെ ഫ്ലൈറ്റ് കയറി പോവുക. ആ ഫിഷിന് ഒരു കിലോക്ക് 1500 രൂപ 2000 രൂപ വിലയുള്ള മീനാണ്. ആ ഫിഷ് ഇപ്പോൾ ഹൈദരാബാദിൽ ഞാനിപ്പം പരിചയമുള്ള ഒരാൾ ഡോക്ടർ ക്രാന്തിരാജ് എന്ന് പറയും, പുള്ളി ചെയ്തിട്ടുണ്ട്. ഇത് ചില്ലറ് സെറ്റ് ചെയ്തിട്ടുണ്ട്, കൃഷി ചെയ്തിട്ടുണ്ട്. 450 രൂപ 500 രൂപയിൽ പ്രൊഡക്ഷൻ കോസ്റ്റിൽ നിൽക്കുന്നു പുള്ളി പറയുന്നു. അങ്ങനെ ഓരോ ടെക്നോളജി ഇതിൽ വരുന്നുണ്ട്, ഇംപ്ലിമെൻറ്റ് ചെയ്യുക. താല്പര്യമുള്ള ആളുകൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാം. പിന്നെ എനിക്കൊന്ന് അവസാനം ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് നോക്കി ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാൻ തോന്നുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ ചലഞ്ചസിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, പ്രധാനമായി വരാവുന്ന രോഗങ്ങൾ. അപ്പോൾ ആ രോഗങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് സംഭവിക്കാവുന്ന രോഗങ്ങളെന്നാണ്. നമ്മൾ ഫിഷ് വളർത്തുമ്പം നമ്മൾ ഫിഷ് നമ്മൾ ക്ലോസ് ഒബ്സർവേഷൻ നിർബന്ധം. നമ്മളെന്ത് ചെയ്യും, നമ്മളിപ്പം ഇന്ന് നമ്മൾ മീനിന് 1 കിലോ തീറ്റയാണ് കൊടുത്ത്, നാളെ ആ മീൻ 900 ഗ്രാം തീറ്റ എടുത്തിട്ട് കഴിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ 1 കിലോ കൊടുത്തപ്പോൾ കുറച്ച് ബാക്കിയായി. അവിടെ എന്തോ സംതിങ് റോങ്. കാരണം ഇന്നലെ കഴിച്ച തീറ്റ ഒന്നും എടുത്തില്ല. അപ്പം നമ്മളെന്ത് ചെയ്യും, വെള്ളം pH ടെസ്റ്റ് ചെയ്ത് നോക്കണം, അമോണിയ ടെസ്റ്റ് ചെയ്ത് നോക്കണം, നൈട്രേറ്റ്സ് അതിലൊന്നും പ്രശ്നമില്ലെങ്കിൽ നൈട്രേറ്റ്സ് ടെസ്റ്റ് ചെയ്ത് നോക്കണം. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രമേ മീൻ എന്ത് ചെയ്യുന്നത് തീറ്റ കുറയുള്ളൂ. അപ്പോൾ അത് എന്താണെന്ന് നോക്കിയിട്ട് നമ്മളതിന് കറക്റ്റ് pH കുറഞ്ഞതാണെങ്കിൽ pH കൂട്ടാനുള്ള മെത്തേഡ് ചെയ്യണം.
pH കൂടിയതാണെങ്കിൽ pH കുറക്കാൻ 7.2 ഒക്കെയാണ് ഐഡിയൽ pH ആയിട്ട് മത്സ്യകൃഷിക്ക് വേണ്ടത്. അതേമാതിരി അമോണിയ റേസ് ആയിരുന്നുണ്ടെങ്കിൽ അമോണിയ നമ്മൾ കുറക്കാനുള്ള സംവിധാനം ചെയ്യണം. അമോണിയ കുറക്കണമെങ്കിൽ വെള്ളം മാറ്റി കൊടുക്കണം. മാറ്റി കൊടുക്കുക, അല്ലെങ്കിൽ അമോണിയ റിഡ്യൂസ് ചെയ്യാനുള്ള മെത്തേഡ്സ് പറഞ്ഞിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അങ്ങനെ എല്ലാത്തിനും ആക്ഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ ക്ലോസ് ഒബ്സർവേഷൻ, ചിലപ്പം ഫംഗൽ അറ്റാക്കൊക്കെ വരികയാണെങ്കിൽ മീനിൻ്റെ വാല് ചിലപ്പം ചെറുതായിട്ട് മുറിഞ്ഞിരിക്കുന്നു. ചെറിയ മുറിവ് മീനിൻ്റെ അടുത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പോഴേക്ക് ട്രീറ്റ്മെൻറ്റ്, ഇൻ കേസ് നമ്മളിപ്പോൾ ഒരു ഫംഗസ് അല്ലെങ്കിൽ ബാക്ടീരിയൽ അറ്റാക്ക് കണ്ടിട്ട് മീൻ നമ്മൾ കെയർ ചെയ്യാതെ അത് സ്പ്രെഡായി പോയിട്ടുണ്ട്, പിടിച്ചാൽ കിട്ടില്ല. അപ്പോൾ തുടക്കത്തിൽ ഒബ്സർവേഷൻ ആണ് ഒബ്സർവേഷൻ ഇമ്പോർട്ടൻ്റ്. അത് നമ്മൾ കൊടുക്കുന്ന തീറ്റ ഒന്ന് കുറച്ച് എക്സ്ട്രാ അതിൽ കിടന്നാൽ നമ്മൾ മനസ്സിലാക്കണം അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. അതിന് നമ്മൾ ക്വിക്കായിട്ട് ഒരു സൊല്യൂഷൻ. അപ്പോൾ തീറ്റ അപ്പോൾ നാളെ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ 2-3 ദിവസത്തേക്ക് പഴയ സ്റ്റേജിലേക്ക് തന്നെ വരും. അപ്പോൾ വളരെ എന്താ പറയുക, കുറച്ചുകൂടി കൂടുതൽ അറിയും തോറും നമ്മൾ കൂടുതൽ പഠിക്കണമെന്ന് തോന്നുന്ന ഈ രംഗത്ത് താല്പര്യമുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ ആ ഒരു രംഗത്തെ കൂടുതൽ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും ഈ ഒരു എപ്പിസോഡ് വളരെ ഉപകാരപ്രദമാവും. പീസ് റേഡിയോ ജനക്ഷേമം പരിപാടിയിൽ വളർത്തു മത്സ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു എപ്പിസോഡ് നമ്മൾ നേരത്തെ ചെയ്തിരുന്നു. ഇപ്പോൾ ഈ ഒരു എപ്പിസോഡിലൂടെ നമ്മൾ കടന്നു വന്നത് വിപണനാർത്ഥത്തിൽ മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ട പ്രസക്തമായൊരു ചർച്ചയായിരുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്തത് ബഹുമാന്യനായ മുബഷിർ സാറാണ്. സാറിൻ്റെ ജീവിത അനുഭവത്തിലും എക്സ്പീരിയൻസിലും ഒരുപാട് കാര്യങ്ങൾ ലഭിക്കുകയുണ്ടായി. അടുത്തൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ എപ്പിസോഡിൽ പങ്കെടുത്തിട്ടുള്ള, നമ്മുടെ കൂടെ ചർച്ചയിൽ പങ്കെടുത്ത മുബഷിർ സാറിന് പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.